ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം എങ്ങനെയാണ് പഠിക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായും കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. PSC തയ്യാറെടുക്കുന്ന ഏതൊരാൾക്കും സ്ഥിരതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നിങ്ങൾക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ ക്ലാസ് കഴിഞ്ഞാൽ ക്ഷീണമുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സമയം എടുത്തിട്ട് വീണ്ടും പഠനത്തിലേക്ക് തിരികെ വരാൻ ശ്രമിക്കാറുണ്ട്. വീട്ടിൽ വന്ന് ഉടനെ തന്നെ പഠിക്കും എന്നല്ല, എന്നാലും കുറച്ച് നേരം വിശ്രമിക്കുകയൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ പഠിക്കാനിരിക്കാറ്. അതിനുശേഷം എൻ്റെ സ്റ്റഡി ടേബിളിൽ പോയിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് ബാഗിൻ്റെ അകത്ത് നിന്ന് എടുത്ത് പുറത്ത് വെച്ച് അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ അടക്കി പെറുക്കി വെച്ചിട്ടാണ് ഞാൻ വായിക്കാനിരിക്കുക. അതിനുശേഷം ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ച നോട്ട് ബുക്കുകളൊക്കെ എടുത്ത് വെച്ച് ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിച്ചത് എന്നൊന്നുകൂടി നോക്കും. എന്നിട്ട് അത് വ്യക്തമായിട്ടൊന്ന് വായിച്ചു നോക്കും. അങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ക്ലാസ്സിൽ സ്പീഡിലെടുത്ത പോയിന്റുകളും നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാകാൻ പറ്റും. ചിലപ്പോൾ ക്ലാസ്സിൽ സാറ് നല്ല സ്പീഡിലൊക്കെ ആയിരിക്കും ക്ലാസ് എടുത്ത് പോവുക, അന്നേരം നമുക്ക് മനസ്സിലായെന്ന് വരില്ല. എന്നാൽ വീട്ടിലെത്തി ഒന്നുകൂടെ വായിച്ച് നോക്കുമ്പോൾ, മെല്ലെ വായിച്ച് നോക്കുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും. ദിവസവും ക്ലാസ്സിലെടുക്കുന്ന കാര്യങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വന്ന് കുറച്ച് സമയം വായിച്ച് നോക്കിയാൽ നമുക്കത് നല്ല രീതിയിൽ ഓർമ്മ നിൽക്കാനും അത് പിന്നെ മറക്കാനും സാധ്യത കുറവാണ്. കാരണം ക്ലാസ്സിൽ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്ന ഒരു ടോപ്പിക്കായിരിക്കാം. അത് വീട്ടിലെത്തിയിട്ട് ഒന്നും കൂടി വന്ന് വായിച്ച് നോക്കുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ ഉറപ്പായിട്ടും മനസ്സിൽ ഉണ്ടാവും. ഞാൻ എല്ലാ ക്ലാസ് കഴിഞ്ഞ് വന്നാലും ഇതുപോലെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊന്ന് എഴുതിയും കൂടി പഠിക്കാറുണ്ട്. എൻ്റെ കയ്യിൽ ഈ ഒരു മാജിക് സ്ലേറ്റ് ഉള്ളതുകൊണ്ട് എനിക്കത് നല്ല രീതിയിൽ എഴുതി പഠിക്കാനും പറ്റുന്നുണ്ട്. എനിക്ക് എഴുതി പഠിക്കാനാണ് കൂടുതൽ താല്പര്യം. അതെനിക്ക് നല്ല രീതിയിൽ ഓർമ്മ നിൽക്കാനും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതി പഠിക്കുന്നത്. എല്ലാവർക്കും ഒന്നും ഒരുപോലെ ആയിരിക്കില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അതുപോലെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ക്ലാസ്സിലെടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 2 പ്രാവശ്യം ചെയ്താൽ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലാസ് കഴിഞ്ഞ് വന്ന് നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാനിരിക്കും. PSC തയ്യാറെടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും സഹായിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദിവസവും അല്പസമയം റിവൈസ് ചെയ്യുന്നതാണ്. ഒരുപാട് മണിക്കൂറുകൾ ഒരുമിച്ച് പഠിക്കുന്നതിനേക്കാളും എനിക്ക് സ്ഥിരമായിട്ട് പഠിക്കാനാണ് കൂടുതൽ താല്പര്യം. അതായത് ഇന്നൊരു 10-12 മണിക്കൂർ പഠിക്കുക എന്നതിനെക്കാട്ടും എനിക്കുപരി ദിവസവും കുറച്ച് മണിക്കൂർ 2-3 മണിക്കൂർ സ്ഥിരമായിട്ട് പഠിക്കുക എന്നതാണ്. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ചെയ്യുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നെടുത്ത ടോപ്പിക്കുകൾ എന്താണോ അത് എഴുതി വെക്കും. പിന്നെ ഇന്നെന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടോ അതൊക്കെ എഴുതി വെക്കും. എന്നിട്ട് ലാസ്റ്റ് ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് ഒക്കെ ടിക്ക് വെക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് പഠിച്ചില്ല എന്നൊക്കെ മനസ്സിലാവും. അത് നോക്കിയിട്ട് പിറ്റേ ദിവസവും നമുക്ക് ഇന്ന് എഴുതി വെച്ച കാര്യങ്ങളൊക്കെ നാളെയും എഴുതിയിട്ട് പഠിക്കാൻ പറ്റും. എനിക്ക് എല്ലാ ദിവസവും ഒരു 5-6 മണിക്കൂറൊന്നും പഠിക്കാൻ പറ്റാറില്ല. എന്നാലും 1-2 അല്ലെങ്കിൽ 3-4 മണിക്കൂർ ഞാൻ പഠിക്കാറുണ്ട്. 6-7 മണിക്കൂർ ഇന്ന് പഠിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരിക്കലും വിഷമിക്കാറില്ല. കാരണം ഞാൻ ഇന്ന് പഠിച്ചില്ലെങ്കിൽ നാളെ ഒരു 3-4 മണിക്കൂർ വീണ്ടും പഠിക്കും. അങ്ങനെ സ്ഥിരമായിട്ട് പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു ദിവസം വിജയം കിട്ടും. ഇന്ന് എനിക്ക് ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത് എക്കണോമിക്സും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സുമാണ്. നല്ല രീതിയിൽ ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഒന്നും കൂടി വന്നിട്ട് വീട്ടിലിരുന്ന് റിവൈസ് ചെയ്ത് നോക്കും. ഇന്നത്തെ ടോപ്പിക്ക് ധനകാര്യ സ്ഥാപനങ്ങളെ പറ്റിയിട്ടായിരുന്നു. അത് നല്ല രീതിയിൽ ഒന്നും കൂടി റിവൈസ് ചെയ്ത് എഴുതിയൊക്കെ പഠിക്കുന്നുണ്ട്. എനിക്ക് ധനകാര്യ സ്ഥാപനങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസും ഓർമ്മയിലുണ്ട്. അതെനിക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ദിവസം ഒരു 10-20 മിനിറ്റ് ക്ലാസ് കഴിഞ്ഞ് വന്ന് പഠിക്കാനുള്ളത് മാത്രമേ നമുക്ക് ഒരു ക്ലാസ്സിൽ എടുക്കുന്നുണ്ടാവൂ. അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റിലോ ഒരു 20 മിനിറ്റിലോ നമുക്ക് ഒരു സബ്ജക്റ്റ് കവർ ചെയ്യാൻ പറ്റും. മാക്സിമം ഒരു 1 അവറിൻ്റെ ഉള്ളിൽ നമുക്ക് അന്ന് ഏത് സബ്ജക്റ്റാണോ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത് അതൊക്കെ റിവൈസ് ചെയ്ത് മാർക്ക് നമ്മുടെ കയ്യിൽ ഉറപ്പിക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് വീക്കിലി ഒരു OMR ഉണ്ടാവും. ആ OMRൽ എനിക്കിപ്പോൾ അത്യാവശ്യം മാർക്ക് കൂടുന്നുണ്ട്. ആദ്യമൊന്നും എനിക്ക് OMRൽ മാർക്കുകളൊന്നും തീരെ കിട്ടാറുണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ മൈനസ് മാർക്കും കിട്ടാറുണ്ട്. ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ വീട്ടിൽ വന്നിട്ട് പുതിയൊരു ടോപ്പിക്ക് പഠിക്കുന്നില്ലെങ്കിലും ക്ലാസ്സിലെടുത്ത ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിക്കണം. വീട്ടിൽ വന്നിട്ട് ക്ലാസ്സിലെടുത്ത ടോപ്പിക്കുകൾ പഠിക്കാതെ പുതിയ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ ഓർമ്മ കിട്ടില്ല. എന്നിട്ട് ഇതൊക്കെ റിവൈസ് ചെയ്ത ശേഷം വീണ്ടും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് രാത്രി വീണ്ടും ഒരു 30 മിനിറ്റ് ഇന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളും റിവിഷൻ ചെയ്ത് നോക്കും. അപ്പോൾ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളും ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ ഓർമ്മ കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുപോലത്തെ പുതിയ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പോളും ഒക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ മാർക്ക് കയ്യിൽ ഉറപ്പിച്ച് വെക്കൂ.